തൊഴിൽ നിഷേധത്തിനും തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുമുള്ള നീക്കത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ 28-ന് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം 5 കോടി മാത്രമാണ്. ഇത് കാണിക്കുന്നത് എന്താ? കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ളതിന്റെ പകുതി പോലും പണി ഈ വർഷം ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഗവൺമെന്റ് നീക്കത്തിനെതിരായി, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരായി കേന്ദ്ര ബജറ്റിൽ തുക വെട്ടിക്കുറച്ച് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരായി ഒക്കെ തന്നെ വലിയ രോഷത്തിലാണ്, പ്രതിഷേധത്തിലാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം അവസാനിപ്പിക്കുക, കേരളത്തിന്റെ ലേബർ ബഡ്ജറ്റ് 5 കോടിയിൽ നിന്ന് 12 കോടിയായി ഉയർത്തുക, അനാവശ്യമായ NMMS സമ്പ്രദായം എടുത്തുകളയുക, തൊഴിൽ ദിനങ്ങൾ കുറക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കുക, കേരളത്തോടുള്ള കടുത്ത കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കൂലി 600 രൂപയാക്കുക, തൊഴിൽ ദിനം 200 ആക്കി ഉയർത്തുക, ജോലി സമയം 9 മണി മുതൽ 4 മണി വരെയാക്കുക, കൂലി കുടിശ്ശിക ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ അസീൻ കാരാട്ട്, VV അയ്യപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.